നമ്മൾ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ വരുന്നു. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ മന്ത്രി സജി ചെറിയാന്റെ വാഹനം അപകടത്തിൽപ്പെട്ടു എന്നൊരു വിവരമാണ് ഇപ്പോൾ വരുന്നത്. മന്ത്രിയുടെ വാഹനത്തിന്റെ ടയർ ഊരിത്തെറിച്ചു എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. തിരുവനന്തപുരം വാമനപുരത്ത് വെച്ചാണ് അപകടമുണ്ടായത്. മന്ത്രിയും സംഘവും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. റോഷിപാൽ ചേരുന്നു. റോഷിപാൽ, എന്താണ് സംഭവിച്ചത്? റോഷ്നി, സിനിമാ മന്ത്രി സജി ചെറിയാൻ തിരുവനന്തപുരത്തേക്ക് ചെങ്ങന്നൂരിൽ നിന്നും വരുമ്പോഴാണ് MC റോഡിൽ വാമനപുരത്ത് ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത്. അദ്ദേഹം സഞ്ചരിച്ച ഔദ്യോഗിക വാഹനത്തിന്റെ പിറകിലെ ടയർ ഊരിത്തെറിച്ചു എന്നാണ് നമുക്ക് ഒടുവിൽ അറിയാൻ കഴിയുന്നത്. ആ വാഹനം അപ്പോൾ തന്നെ നിയന്ത്രിക്കാൻ പറ്റിയതുകൊണ്ട് അപകടം ഒഴിവായി എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയും. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ചെങ്ങന്നൂരിലായിരുന്നു ഇന്നലെ മന്ത്രി ഉണ്ടായിരുന്നത്. ചെങ്ങന്നൂരിൽ നിന്നും പുറപ്പെട്ട തിരുവനന്തപുരത്തേക്ക് എത്തുന്നതിന് മുമ്പ് വാമനപുരത്ത് അവിടെ ഒരു ടേണിങ്ങിൽ വെച്ചാണ്, ഒരു വളവിൽ വെച്ചാണ് പെട്ടെന്ന് ടയർ ഊരിത്തെറിച്ചത്. ആദ്യം ശബ്ദമുണ്ടായി. അപ്പോൾ തന്നെ ഡ്രൈവർ ജാഗ്രത പാലിച്ചു. പക്ഷേ ടയർ പഞ്ചറായി എന്ന ഒരു സംശയമായിരുന്നു. വേഗത കുറയ്ക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് വാഹനത്തിൻ്റെ ടയർ ഊരിത്തെറിക്കുന്ന കാഴ്ചയായിരുന്നു. പെട്ടെന്ന് തന്നെ വണ്ടി അവിടെ നിയന്ത്രിച്ച് നിർത്തുകയായിരുന്നു. അതുകൊണ്ട് വാഹനം മറിഞ്ഞില്ല. സാധാരണ ഈ പിൻഭാഗത്തെ ടയർ ഊരിത്തെറിച്ചാൽ വാഹനം മറയാനുള്ള സാധ്യതയുണ്ട്. ഒപ്പമുള്ള പോലീസ് വാഹനത്തിൽ മന്ത്രി പുറപ്പെടുമ്പോഴത്തേക്കും വാമനപുരത്തെ MLA DK മുരളി വാഹനവുമായി എത്തി. ആ വാഹനത്തിലാണ് മന്ത്രി സജി ചെറിയാൻ ഇങ്ങോട്ടേക്ക് എത്തിയത്. 4 പേരായിരുന്നു വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഡ്രൈവർക്കൊപ്പം മന്ത്രിയുടെ ഗൺമാനും ഒപ്പം മന്ത്രിയുടെ PAയും ഉണ്ടായിരുന്നു. ആർക്കും പരിക്കില്ല. തലനാരിഴക്ക് രക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. അതേസമയം തന്നെ സംഭവത്തിൽ ഗൗരവത്തോടെയുള്ള ഒരു പരിശോധന പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. കാരണം ടയറിന്റെ വീൽ ഊരിത്തെറിക്കാനുണ്ടായ സാഹചര്യമാണ് പരിശോധിക്കുന്നത്. അത് ഏതെങ്കിലും തരത്തിൽ ദുരൂഹതയുണ്ടോ എന്ന സംശയം പോലും ഇപ്പോൾ ഉയരുന്നുണ്ട്. ഇന്നലെ വാഹനം സൂക്ഷിച്ചിരുന്ന ഗസ്റ്റ് ഹൗസിലെ CCTV ക്യാമറകളടക്കം പരിശോധിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഏതെങ്കിലും ദുരൂഹമായി ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയമാണ് ഉയർന്നത്. കാരണം ടയർ പഞ്ചറായതല്ല, ടയർ ഊരിത്തെറിച്ചതാണ്. സാധാരണ അങ്ങനെ ഒരു അപകടം സംഭവിക്കുന്നത് പതിവല്ല. ഇന്നോവ വാഹനമാണ്, ഇന്നോവ ക്രിസ്റ്റയാണ് മന്ത്രി സഞ്ചരിച്ചത്. ഔദ്യോഗിക വാഹനം തന്നെയാണ്, സാധാരണ മന്ത്രി ഉപയോഗിക്കുന്ന വാഹനം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ചെങ്ങന്നൂരിലേക്ക് പോയി അവിടെ ഗസ്റ്റ് ഹൗസിലായിരുന്നു വാഹനം സൂക്ഷിച്ചിരുന്നത്. ഗസ്റ്റ് ഹൗസിൽ ആ സമയത്ത്, രാത്രി സമയത്തടക്കം ഉള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത്. പ്രത്യേക രഹസ്യാന്വേഷണ വിഭാഗമാണ് ആ ദൃശ്യങ്ങൾ പരിശോധിക്കുന്നത്. മാത്രവുമല്ല, ആ ഘട്ടത്തിൽ ആരെങ്കിലും അവിടെ വന്നിരുന്നോ എന്നടക്കമുള്ള കാര്യങ്ങൾ പ്രധാനമായും പരിശോധിക്കുന്നു. കാരണം ടയർ ഊരിത്തെറിച്ചതാണ് ഇങ്ങനെ ഒരു സംശയം ഉണ്ടാകാൻ കാരണമായത്. അതിൽ ചില പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ തന്നെ ആ കാര്യത്തിൽ ഒരു സംശയം പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ഏതായാലും തലനാരിഴക്ക് മന്ത്രിയും സംഘവും രക്ഷപ്പെട്ടു എന്നതുമാണ് ഇപ്പോൾ ആശ്വാസകരമായ കാര്യം. റോഷിപാൽ പറഞ്ഞതുപോലെ തന്നെ ഈ ടയർ ഊരിത്തെറിക്കുക എന്ന് പറഞ്ഞാൽ അതും പിൻഭാഗത്തെ ടയറാണ്. വാഹനത്തിന്റെ നിയന്ത്രണം വളരെ പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടും. ഇത് അത്രത്തോളം കേട്ട് പരിചയമുള്ള ഒരു സംഭവമല്ല. അപ്പോൾ ഇതിലൊരു അസാധാരണത്വം, ഒരു അസ്വാഭാവികത സംശയിക്കുന്നുണ്ടാകും. എന്തായാലും മന്ത്രിയുടെ വാഹനമാണല്ലോ, ഇറങ്ങുമ്പോൾ തന്നെ പരിശോധിക്കുകയും ഡ്രൈവർക്ക് അതിനെക്കുറിച്ച് കൂടുതലായി അറിയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ. സ്ഥിരമായി ഉപയോഗിക്കുന്ന വാഹനമാണ്. അപ്പോൾ ഇത് വളരെ അപ്രതീക്ഷിതമായി, അങ്ങനെ നേരത്തെ ഒന്നും അവർക്കൊരു അനുഭവമോ ഒന്നും തോന്നിയില്ല അല്ലെ? പെട്ടെന്ന് ഇത് ഇങ്ങനെ സംഭവിക്കുന്നു. വണ്ടിയുടെ നിയന്ത്രണവും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ? റോഷ്നി, നേരത്തെ വാഹനം എടുക്കുമ്പോഴോ ഇത്രയും കിലോമീറ്റർ സഞ്ചരിക്കുമ്പോഴോ അങ്ങനെ ഒരു സൂചന, ഏതെങ്കിലും തരത്തിൽ വണ്ടിക്ക് സാങ്കേതികമായ തകരാറുള്ളതോ അങ്ങനെയുള്ളൊരു സൂചന ഉണ്ടായിരുന്നില്ല. ഈ വാമനപുരത്തെത്തി അപകടത്തിൽപ്പെടുന്നതിൻ്റെ മിനിറ്റുകൾക്ക് മുമ്പ് ഒരു ശബ്ദം, സാധാരണ ഇല്ലാത്ത തരത്തിലുള്ള ഒരു ശബ്ദം കേൾക്കുന്നു. അങ്ങനെ വാഹനം നിയന്ത്രിക്കാനുള്ള ശ്രമം ഡ്രൈവർ നടത്തുമ്പോഴേക്കും ഈ വാഹനത്തിൻ്റെ വീല് ഊരിത്തെറിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ തന്നെ വാഹനം നിയന്ത്രിക്കാൻ സാധിച്ചതുകൊണ്ട് മാത്രമാണ് മറിയാതിരുന്നത്. സാധാരണ പിറകിലത്തെ ടയർ ഊരിത്തെറിച്ചു കഴിഞ്ഞാൽ വാഹനം മറയും. ഇതൊരു ടേണിംഗ് ആയിരുന്നു, ഒരു വളവായിരുന്നു, വലിയൊരു വളവായിരുന്നു. അവിടെ വെച്ചാണെങ്കിൽ വലിയ അപകടം സംഭവിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പക്ഷേ തലനാരിഴക്ക് അവർ രക്ഷപ്പെട്ടു. പോലീസ് ഉണ്ടായിരുന്നു, എസ്കോർട്ട് വാഹനമുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അവർ ഇടപെട്ടു. ഏതായാലും പിന്നീട് ഇങ്ങോട്ടേക്ക് തിരുവനന്തപുരത്തേക്ക് DK മുരളി MLAയുടെ വാഹനത്തിലാണ് മന്ത്രിയും സംഘവും സഞ്ചരിച്ചത്. ഇതിൽ ദുരൂഹതയുണ്ടാകാനുള്ള കാരണം ഈ പിറകിലത്തെ ടയർ ഊരിത്തെറിക്കാനുള്ള സാഹചര്യം, അതിൻ്റെ ഏതെങ്കിലും തരത്തിൽ അത് അഴിഞ്ഞു പോകുന്ന ഭാഗത്തിലേക്ക് അതിൻ്റെ ബോൾട്ട് അങ്ങനെ അഴിച്ചു വെച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള സംശയങ്ങൾ ഉണ്ട്. അങ്ങനെ അപകടത്തിൽപ്പെടുത്താനുള്ള ശ്രമം നടന്നു, അട്ടിമറി ശ്രമം നടന്നു എന്നൊരു സംശയമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് പോലീസ് അത് ഗൗരവത്തിൽ പരിശോധിക്കുന്നത്. അങ്ങനെ ഇന്നലെ രാത്രി വാഹനം സൂക്ഷിച്ച ഗസ്റ്റ് ഹൗസിലാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. അവിടെയുള്ള CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ ആലപ്പുഴ പോലീസ് പരിശോധിക്കുന്നത്. ഏതായാലും ആ ദൃശ്യങ്ങൾ പരിശോധിച്ചതിന് ശേഷമാകും മറ്റ് നടപടികളിലേക്ക് കടക്കുക. ഗൗരവത്തോടെ തന്നെയാണ് പോലീസ് ഈ അപകടത്തെ കാണുന്നത്.
ഏതായാലും മന്ത്രി ചെങ്ങന്നൂരിൽ നിന്നും ഇങ്ങോട്ടേക്ക് തിരുവനന്തപുരത്തേക്ക് തിരിച്ച് വാമനപുരം എത്തുന്നതിന് തൊട്ട് മുമ്പാണ് ഇങ്ങനെ ഒരു അപകടത്തിന്റെ സൂചന ലഭിക്കുന്നു. മിനിറ്റുകളില്ല, ഏതാനും സെക്കൻഡുകൾക്കകം തന്നെ ആ ശബ്ദം വരുന്നു. തൊട്ടു പിന്നാലെ തന്നെ ടയർ ഊരിത്തെറിക്കുന്നു. ടയർ ഊരിത്തെറിച്ചത് തൊട്ടു പിന്നാലെ തന്നെ വണ്ടിയുടെ ഒരു ഭാഗം ചെരിഞ്ഞു. അത് ഏതാണ്ട് ടയറിൽ അല്പദൂരം നീങ്ങിയിരുന്നു, പക്ഷേ നിയന്ത്രിച്ച് നിർത്താൻ സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡ്രൈവറുടെ ഇടപെടൽ കൊണ്ട് അപകടം ഒഴിവായി എന്നൊരു വിലയിരുത്തൽ, ആശ്വാസത്തോടെ തന്നെയാണ് അവരുടെ പ്രതികരണം.